വെറും 2 സ്പൂൺ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പലഹാരം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവിടെ ആദ്യം തന്നെ ഞാനൊരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചെറിയ തേങ്ങ എടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ 1/2 ലിറ്റർ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ചെറിയ രീതിയിൽ സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ തേങ്ങ ഒക്കെ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണഞ്ഞ് കിട്ടുന്നവരെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാനിൽ 1/4 കപ്പ് പഞ്ചസാര ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരക്കൂടെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ പഞ്ചസാരക്കൂടെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കിത് കാരമലൈസ് ചെയ്തിട്ടെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയ്ക്കൂടെ നന്നായിട്ട് മെൽറ്റായി കാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇതിൽ ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പിന്നീട് സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഓരോ ടീസ്പൂൺ വീതം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒട്ടും കരിഞ്ഞു പോവില്ല. അതുപോലെ തന്നെ നമ്മളെ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ലൊരു കളർ കിട്ടാനുമാണ് നമ്മളിതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച തേങ്ങയും പാലുമില്ലേ, അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല ഫൈനായിട്ട് നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ. ഇതിലേക്ക് ഇനി എക്സ്ട്രാ പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി കിട്ടുന്നവരെ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. തീ ഒട്ടും കൂട്ടി വെക്കരുത്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കരിഞ്ഞു പോവും. ഒരു 2-3 മിനിറ്റ് നേരം വരെ നമുക്ക് കൈവിടാണ്ട് ഇളക്കി കൊണ്ട് നിൽക്കാം. ഗോതമ്പ് പൊടി പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് നെയ്യിൽ യോജിച്ച് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് എക്സ്ട്രാ പാലോ നെയ്യോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. ഇപ്പോൾ അതിവിടെ നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തേങ്ങ ആദ്യം വേവിച്ചെടുത്തുകൊണ്ട് ഇത് അധികം നേരം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിക്കായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊട്ടും കട്ട കുത്തൊന്നുമില്ല. ഷുഗർ സിറപ്പ് ചൂടാവുന്നതിനനുസരിച്ചിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് നിർത്താണ്ട് ഇളക്കി കൊണ്ട് നിൽക്കണം. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് കുക്കാവുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളർ നല്ല ഡാർക്കായി വരാൻ തുടങ്ങും. ഇപ്പം കണ്ടില്ല, ഇതിൻ്റെ കളർ നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എല്ലാ ഭാഗത്തും നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പലഹാരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഇതെല്ലാ ഭാഗത്തൊന്ന് ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നമുക്ക് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ അതാ ഞാനിതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണിഞ്ഞ് കിട്ടുന്നവരെ 1 മണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ അതാ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ പലഹാരമൊക്കെ ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല കാരമലൈസ്ഡ് കോക്കനട്ട് ബർഫിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം കേടുവരാണ്ട് കുറച്ച് ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ അതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബർഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടോ അത്ര തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ്. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ബർഫിയിൽ നമ്മൾ അധികം നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെറും 2 ടീസ്പൂൺ നെയ്യ് കൊണ്ടാണ് നമ്മൾ ഈ ബർഫി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന് ഒരു പീസ് മുറിച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ഈ ഒരു പലഹാരം ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.